ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി എന്തെങ്കിലും പൊട്ടിച്ച് കഴിക്കണമെന്നോ അല്ലെങ്കിൽ പറിക്കണമെന്നോ തോന്നി കഴിഞ്ഞാൽ നമുക്കിവിടെ കാശ് കൊടുക്കണ്ട കേട്ടോ. വേറെ ഒന്നല്ല, നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്ന നമ്മുടെ പച്ചക്കറികളിൽ നിന്നാട്ടോ നമ്മളിത് പൊട്ടിച്ചെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊള്ളി പറിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊള്ളി അല്ലെങ്കിൽ നമ്മുടെ പണി സ്ഥലത്ത് കറി വയ്ക്കാൻ കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. മതിയില്ലേ ചേച്ചിയാ? അപ്പൊ ചേച്ചി ആവശ്യത്തിന് എടുത്തിട്ടേ ചേച്ചി കൊണ്ടുപോയിക്കോട്ടാ. ശരി. തക്കാളി തിന്ന് കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. പിന്നെ അടുത്ത വിശേഷം എന്ന് പറയുന്നത് എന്താണെങ്കിൽ നമ്മുടെ കുറച്ച് വെള്ളച്ചൂരിനൊക്കെ പൊട്ടിച്ച് ഞാൻ നമ്മുടെ അരിനെല്ലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് ഉപ്പിലിട്ട് വയ്ക്കാണ് കേട്ടോ. പിന്നെ നേരെ പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ഷായുടെ കുറച്ച് മണ്ണും ചവറൊക്കെ ആയിട്ട് വരട്ടി കൂട്ടി എനിക്ക് തരാണ്. അതായത് വേറെ ആർക്കല്ല കേട്ടോ, നമ്മുടെ മുളകിൻ്റെ കടക്കിലേക്ക് മണ്ണിടാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ കുക്കമ്പറിന് വല കെട്ടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കെട്ടി കൊടുത്തു. ശേഷം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഷായുടെ കുറച്ച് സ്ഥലത്ത് മണ്ണൊക്കെ കൊത്തിളിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് കുമ്മായും അതേപോലെ തന്നെ കുറച്ച് ചാണകമൊക്കെ ഉണങ്ങിയതുണ്ടായിരുന്നു. അതൊക്കെ വാരിക്കൂട്ടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഷായിട്ട് വീണ്ടും അതൊന്ന് കൊത്തിളക്കട്ടോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൽ തൈകളോ വിത്തുകളോ ഒക്കെ നട്ടു കൊടുക്കുള്ളൂ. പിന്നെ പയറിന് കുറച്ച് കമ്പൊക്കെ കുത്തി കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാമ്പക്കായ്മ കുറച്ച് കായ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ പറമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ പേളിക്കുട്ടി ടൈസ് നമ്പൂസൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു.